സംഖ്യ അധ്യായം 32. റൂബൻ്റെയും ഗാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകളുണ്ടായിരുന്നു. യാസേർ, ഗിലെയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൺ, എലയാലെ, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന് മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ടുതാനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാൻ്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട്? നാട് ഒറ്റുനോക്കാൻ കാദഷ് ബർണയായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു. അവർ എഷ്കോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി. അന്ന് കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശപഥപൂർവ്വം അരുളി ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനു മേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസ്യക്കാരനായ യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷയും അവിടെ പ്രവേശിക്കും. കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ. എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം. തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം. ഇസ്രായേല്യരെല്ലാം താന്താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല. ജോർദാൻ്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല. കിഴക്ക് ജോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞു, കർത്താവിൻ്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുമ്പിൽ ജോർദാൻ്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കും. ഈ ദേശം കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ. നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം. ഗാദിൻ്റെയും റൂബൻ്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു,
അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലെയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ. ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിൻ്റെ മുമ്പിൽ പോകാം. മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിൻ്റെ പുത്രൻ ജോഷുവയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു, ഗാദിൻ്റെയും റൂബൻ്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിൻ്റെ മുമ്പിൽ പോവുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലെയാദ് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം. ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസർ പ്രവർത്തിച്ചോളാം. ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം. അമോര്യ രാജാവായ സീഹോൻ്റെയും ബാഷാൻ രാജാവായ ഓഹിൻ്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിൻ്റെയും റൂബൻ്റെയും ഗോത്രങ്ങൾക്കും ജോസഫിൻ്റെ പുത്രനായ മനാസയുടെ അർദ്ധഗോത്രത്തിനുമായി മോശ നൽകി. ഗാദിൻ്റെ ഗോത്രക്കാർ ദീബോൻ, അത്താരോത്ത്, അരോവേർ, അത്രോത്ത് ഷോഫാൻ, യാസേർ, യോക്ബഹ, ബെത് നിമ്ര, ബെത് ഹാരൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു. പട്ടണങ്ങൾ മതിലുകെട്ടി ഉറപ്പിച്ചു. റൂബൻ്റെ ഗോത്രക്കാർ ഹെഷ്ബോൺ, എലയാലെ, കിരിയത്തായിം, പിന്നീട് പേരുമാറ്റിയ നെബോ, ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിബുമ പട്ടണവും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി. മനാസയുടെ മകനായ മാഖീറിൻ്റെ പുത്രന്മാർ ഗിലെയാദ് കീഴടക്കി. അവിടെ ഉണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലെയാദ് കൊടുത്തു. അവൻ അവിടെ താമസിച്ചു. മനാസയുടെ പുത്രൻ യായീർ പിടിച്ചടക്കിയ ഗിലെയാദ് ഗ്രാമങ്ങൾക്ക് ഹവോത്ത് യായീർ എന്നവൻ പേരിട്ടു. കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി. അവൻ തൻ്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു. Chapter 32. Now the Reubenites and Gadites had a very large number of livestock. Noticing that the land of Jazer and of Gilead was grazing country, they came to Moses and the priest Eleazar and to the princes of the community and said, The region of Ataroth, Dibon, Jazer, Nimrah, Heshbon, Elealeh, Sebam, Nebo, and Baal-meon, which the Lord has laid low before the community of Israel, is grazing country. Now, since your servants have livestock, they continued, if we find favor with you, let this land be given to your servants as their property. Do not make us cross the Jordan. But Moses answered the Gadites and Reubenites, Are your kinsmen then to engage in war while you remain here? Why do you wish to discourage the Israelites from crossing to the land the Lord has given them? That is just what your fathers did when I sent them from Kadesh Barnea to reconnoiter the land. They went up to the Wadi Eshcol and reconnoitered the land, then so discouraged the Israelites that they would not enter the land the Lord had given them. At that time the wrath of the Lord flared up, and he swore, Because they have not followed me unreservedly, none of these men of 20 years or more who have come up from Egypt shall ever see this country I promised under oath to Abraham and Isaac and Jacob, except the Kenizzite Caleb, son of Jephunneh, and Joshua, son of Nun, who have followed the Lord unreservedly. So in his anger with the Israelites the Lord made them wander in the desert 40 years, until the whole generation that had done evil in the sight of the Lord had died out. And now here you are, a brood of sinners, rising up in your father's place to add still more to the Lord's blazing wrath against the Israelites.
If you turn away from following him, he will make them stay still longer in the desert, and so you will bring about the ruin of this whole nation." But they were insistent with him. "We wish only to build sheepfolds here for our flocks and towns for our families, but we ourselves will march as troops in the van of the Israelites until we have led them to their destination. Meanwhile, our families can remain here in the fortified towns, safe from attack by the natives. We will not return to our homes until every one of the Israelites has taken possession of his heritage, and will not claim any heritage with them once we cross the Jordan, so long as we receive a heritage for ourselves on this eastern side of the Jordan." Moses said to them in reply, "If you keep your word to march as troops in the Lord's vanguard, and to cross the Jordan in full force before the Lord until he has driven his enemies out of his way, and the land is subdued before him, then you may return here, quit of every obligation to the Lord and to Israel, and this region shall be your possession before the Lord. But if you do not do this, you will sin against the Lord, and you can be sure that you will not escape the consequences of your sin. Build the towns, then, for your families, and the folds for your flocks, but also fulfill your express promise." The Gadites and Reubenites answered Moses, "Your servants will do as you command, my lord. While our wives and children, our herds, and other livestock remain in the towns of Gilead, all your servants will go across as armed troops to battle before the Lord, just as your lordship says." Moses therefore gave this order in their regard to the priest Eleazar, to Joshua son of Nun, and to the heads of the ancestral tribes of the Israelites. "If all the Gadites and Reubenites cross the Jordan with you as combat troops before the Lord, you shall give them Gilead as their property when the land has been subdued before you. But if they will not go across with you as combat troops before the Lord, you shall bring their wives and children and livestock across before you into Canaan, and they shall have their property with you in the land of Canaan." To this the Gadites and Reubenites replied, "We will do what the Lord has commanded us, your servants. We ourselves will go across into the land of Canaan as troops before the Lord, but we will retain our hereditary property on this side of the Jordan." So Moses gave them, the Gadites and Reubenites, as well as half the tribe of Manasseh, son of Joseph, the kingdom of Sihon, king of the Amorites, and the kingdom of Og, king of Bashan, the land with its towns and the districts that surrounded them. The Gadites rebuilt the fortified towns of Dibon, Ataroth, Aroer, Atroth-Shophan, Jazer, Jogbehah, Beth-Nimrah, and Beth-Haran, and they built sheepfolds. The Reubenites rebuilt Heshbon, Elealeh, Kiriathaim, Nebo, Baal-Meon, names to be changed, and Sibmah. These towns which they rebuilt they called by their old names. The descendants of Machir, son of Manasseh, invaded Gilead and captured it, driving out the Amorites who were there. Moses gave Gilead to Machir, son of Manasseh, and he settled there. Jair, a Manassehite, campaigned against the tent villages, captured them, and called them Havoth Jair. Nobah also campaigned against Kenath, captured it with its dependencies, and called it Nobah after his own name.